അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, ലോകം വലിയ ഭീതിയിലാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരം വിട്ടുവീഴ്ചയില്ലാതെ ഇറാനും ഇസ്രായേലും പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെ ലോകം കടന്നുപോകുമ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിം പണ്ഡിതനായ റഹ്മത്തുള്ള കാസിമി അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നും അതിൽ ഇറാൻ തകരുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകുടി മുടങ്ങും. ബ്രോസ്റ്റല്ല, കഞ്ഞു കുടിച്ചൂല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല. ഇറാനിൽ യുദ്ധം പൊട്ടൂല, പൊട്ടിയിരിക്കും. എന്ന് നിനക്കറിയില്ല. യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിൽ ഇറാൻ തകരും. ആരെ പറഞ്ഞു? ഞാനാ പറഞ്ഞു. നിങ്ങളോട് ആരെ പറഞ്ഞു? എന്നോട് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്നോടത് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇറാനുമായി യുദ്ധം നടക്കും. അത് ഭാമ്പം യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷെ ഇറാൻ മാത്രമല്ല തകരുക, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിന് വരും. അവർ ഇറാനെ തകർക്കും. പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അവർ ഇറാനെ മാത്രമല്ല തകർക്കുക, അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു. നോക്കിത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണമാണ്. അതിലാണ് ഇറാൻ തകരും, ഇറാനോടൊപ്പം മറ്റു പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തകരുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് എന്താണോ പറഞ്ഞു വെച്ചത് അതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ യുദ്ധം നടക്കും, ഇറാനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് നേരത്തെ പ്രവചിക്കാൻ ഇദ്ദേഹത്തിന് വലിയ ഖറാമത്വമൊന്നുമില്ല. എന്നാൽ നേരെ മറിച്ച് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് റഹ്മത്തുള്ള കാസിമി ഉസ്താദും പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ലോകാവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവചനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് നടത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒട്ടനവധി പ്രവചനങ്ങൾ. അതിൽ ചില പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു, ചിലത് നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി ചിലത് നടക്കാതിരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്ന ഓരോ പ്രവചനങ്ങളും ഈ ലോകത്ത് പുലരാതെ കടന്നുപോകില്ല. ലോകാവസാനത്തിന് മുമ്പായി ഇറാനിൽ യുദ്ധം നടക്കുമെന്നും അതിൽ ഇറാൻ തകരുമെന്നും മാത്രവുമല്ല ഇറാനോടൊപ്പം മിഡിൽ ഈസ്റ്റിലെ മറ്റു പല അറബ് രാഷ്ട്രങ്ങളും തകരുമെന്നും നബിതങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. എന്തിനേറെ, ലോക മുസ്ലിമീങ്ങൾ പരിഭാവനമായി കാണുന്ന പരിശുദ്ധ കഅബ പോലും പൊളിക്കപ്പെടുമെന്നും അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ലോക മുസ്ലിമീങ്ങൾ ഒരു നേതാവിനെ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഇമാം മഹദി എന്ന് പറയുന്ന യുഗപുരുഷൻ കടന്നു വരുന്നത്. ലോകം മുഴുവനും ഇമാം മഹദിയെ കാത്തിരിക്കുകയാണ്. മുസ്ലിം ലോകത്തെ രക്ഷിക്കാൻ, മുസ്ലിം ലോകത്തിന് നേതാവായിക്കൊണ്ട് ഇമാം മഹദിയുടെ ആഗമനത്തിനായി ലോക മുസ്ലിമീങ്ങൾ കാത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ മഹദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ലാ യഖ്റുജുൽ മഹ്ദി, മഹദി പുറത്തു വരികയില്ല ഹത്താ യസൂല മുൽകുൽ അറബ്, അറബ് രാജ്യത്തിലെ ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവില്ല. ആര് വരുമ്പോൾ? മഹദി വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയല്ലടാ, ഇത് മുത്തുനബി പറയണം. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതായത് ഇമാം മഹദി കടന്നു വരുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതു സാഹചര്യത്തിലാണ്, ഏതു സമയത്താണ് കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായിക്കൊണ്ട് നബിതങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു അടയാളമാണ് അറബ് രാഷ്ട്രങ്ങൾ മുഴുവനായും തകർന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങൾക്കൊരു നേതാവില്ലാത്തൊരു സാഹചര്യത്തിൽ മുസ്ലിം ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഇമാം മഹദി കടന്നു വരും. അതുതന്നെയാണ് റഹ്മത്തുള്ള കാസിമി ഉസ്താദും പറഞ്ഞു വെക്കുന്നത്. ഇനി ഇദ്ദേഹം ഇമാം മഹദിയെക്കുറിച്ച് പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി കേൾക്കാം. മഹദി എന്ന് വരുമെന്നുള്ള ബേജാറിലാണ്. മഹദി വരണമെങ്കിൽ നിന്റെ അധികാര തമ്പുരാക്കന്മാർ തകരണം, അല്ലാതെ മഹദി വരൂ. എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മഹദി വരണം, നടക്കൂല. ഈ അധികാര ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെ മഹദി വരണം. നമ്മൾക്ക് മഹത്തായ സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് മഹദി വരണം, നടക്കൂല. ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽകുൽ അറബ് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്ന് തരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ല. പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽകുൽ അറബ്.
രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ മഹദി പുറത്തു വരികയില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല, ഒരിക്കലുമല്ല. ഇറാൻ തകരും, പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും. അറബ് രാജാവ് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി. നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശ്നം അവസാനിക്കൂല. ആ അരക്ഷിതാവസ്ഥയിലെ മഹദി വരും. അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്കറിയില്ല. എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം. ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം. അതെ, അറബ് ലോകം മുഴുവനും തകരുകയും ഒരു രക്ഷകനില്ലാതെ, ഒരു നേതാവില്ലാതെ, അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇമാം മഹദി കടന്നു വരിക. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ വല്ലാത്തൊരു സാഹചര്യത്തിൽ, ആ സാഹചര്യത്തിലായിരിക്കും ഇമാം മഹദിയുടെ ആഗമനം. നോക്കി, ഇമാം മഹദി ആരാണെന്നും ഇമാം മഹദിയുടെ കുടുംബ പരമ്പര ഏതാണെന്നും ഇമാം മഹദിയുടെ രൂപസാദൃശ്യം എന്താണെന്നും നെറ്റിത്തടം, മൂക്കും, അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള കൃത്യമായ രൂപരേഖകൾ ലോകത്തിന് നബിതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മഹദിയെക്കുറിച്ച് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇമാം മഹദി വരുന്നതോടുകൂടിയാണ് വലിയ അടയാളങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഇവിടെയുള്ള സ്വേച്ഛാധിപതികളുടെ രാജവാഴ്ച അവസാനിക്കും. എന്നിട്ട് ഒരു നിമിഷം നബിതങ്ങൾ മൗനത്തിലിരുന്നു. ഇനി ഒരു വരവേ ഉള്ളൂ, അത് ഇമാം മഹദിയുടെ വരവാണ്. ഷാമിന് മേൽ ഉപരോധമുണ്ടാകും. കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യർ ബുദ്ധിമുട്ടുന്ന ഒരു കാലത്താണ് ഇമാം മഹദി വരുന്നത്. 1400 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കറുത്ത തലപ്പാവ് ധരിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ മക്കയിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മുട്ടിലെറിഞ്ഞിട്ടാണെങ്കിലും അവരെ പോയി മുസാഫത്ത് ചെയ്യുക. കാരണം ആ കൂട്ടത്തിൽ ഇമാം മഹദി ഉണ്ടെന്ന് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇമാം മഹദി വരുന്നതിന് തൊട്ട് മുമ്പ് ഈ ലോകത്തൊരു അടയാളമുണ്ടാകും. അള്ളാഹു ഈ ലോകം സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ ആ അടയാളം ഉണ്ടായിട്ടില്ല. ഇമാം മഹദി വരുന്നതിന് തൊട്ട് മുമ്പുള്ള റമളാൻ മാസത്തിൽ ആദ്യ ദിവസം ചന്ദ്രഗ്രഹണമുണ്ടാകും. റമളാൻ പകുതിയാകുമ്പോൾ സൂര്യഗ്രഹണവും ഉണ്ടാകും. ഇസ്ലാമിക സമൂഹം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സമയത്ത് പരിശുദ്ധ കഅബയിലേക്ക് 12 രാജ്യങ്ങളിൽ നിന്നുള്ള അബുദാറുകൾ ഹജ്ജിന് വരും. അബുദാറുകൾ ഇമാം മഹദിയെ കണ്ടെത്താൻ ശ്രമിക്കും. അവസാനം പരിശുദ്ധ കഅബാലയത്തിന്റെ വാതിലിന്റെയും മക്കാം ഇബ്രാഹിമിന്റെയും നടുവിൽ ഒരാളിനെ കാണുമ്പോൾ അബുദാറുകൾ പറയും, ഇതാണ് ഇമാം മഹദി. അപ്പോൾ ഇമാം മഹദി പറയും, ഞാനല്ല, ഇമാം മഹദി ഞാനല്ല. 1400 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇമാം മഹദിയെ കാണാൻ ഇരുനിറമാണ് എന്ന്. സുറുമയിട്ട പോലുള്ള കണ്ണുകളുള്ള, തിളങ്ങുന്ന പല്ലുകളുള്ള, വലുപ്പത്തിൽ നീണ്ട പുരുകങ്ങളുള്ള, വിശാലമായ നെറ്റിത്തടമുള്ള, 40-നടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ അബുദാറുകൾ കണ്ടെത്തുമെന്ന് നബിതങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. മഹദിയുടെ പേര് മുഹമ്മദ് എന്നാണെന്നും ബാപ്പയുടെ പേര് അബ്ദുള്ള എന്നും നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ. നബിതങ്ങൾ പറഞ്ഞു, മക്കയിൽ ഒരാൾ വരും, അവൻ മഹദിയാണെന്ന് പറയും, അവൻ കൊല ചെയ്യപ്പെടും, അവനെ ആരും വിശ്വസിക്കില്ല. നമുക്കറിയാം, 1980 മുഹമ്മദ് അബ്ദുള്ള കഹ്താനി എന്ന് പറയുന്ന മനുഷ്യൻ ഇമാം മഹദിയാണെന്ന് വാദിച്ചുകൊണ്ട് വരികയുണ്ടായി. അയാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് പിന്നീട് മരിച്ചു. ഇത് ലോകം കണ്ട വാർത്തയാണ്. രണ്ടാമതൊരാൾ കടന്നുവരും. പരിശുദ്ധ കഅബാലയത്തിന്റെ ഡോറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അബുദാറുകൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യുമെന്ന് നബിതങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അബുദാറുകൾ പറയും, നിങ്ങളാണ് ഇമാം മഹദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ അടയാളവും ഞങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ട്. മഹദി പറയും, ഞാനല്ല ഇമാം മഹദി. അപ്പോൾ അബുദാറുകൾ പറയും, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്, നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇമാം മഹദി പരിശുദ്ധ കഅബാലയത്തിന്റെ വാതിലിൽ ഒരു കൈ പിടിച്ചിട്ട് വലത്തേക്ക് അവരുടെ മുന്നിലേക്ക് നീട്ടും. അപ്പോൾ അബുദാറുകൾ മഹദി ഇമാമിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യും. ആദ്യം ബൈഅത്ത് ചെയ്യുന്നത് ഒരു അറബി വംശജനാണ്, രണ്ടാമതായി ചെയ്യുന്നത് ഇറാനി വംശജനാണ്, മൂന്നാമതായിട്ട് തുർക്കി വംശജനുമായിരിക്കും. പിന്നീട് ലോകത്തിന്റെ ഭരണം ഇമാം മഹദി ഏറ്റെടുക്കുകയാണ്. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിയ ഇവിടെ വലിയ മഴയുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകില്ല. അങ്ങനെ ഇമാം മഹദി ലോക മുസ്ലിമീങ്ങളുടെ നായകനായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ വധിക്കാനായി 96,000 പേർ 8 ഭാഗമായിട്ട് വരും. 8 പേർ കൊടി പിടിക്കും. ഓരോ കൊടിയുടെ കീഴിലും 12,000 പേരായിരിക്കും. അബുദാറുകളും മുസ്ലിമീങ്ങളും മഹദി ഇമാമും അവരോട് പോരാടും. 4 ദിവസം നീളുന്ന യുദ്ധത്തിൽ ഇമാം മഹദി ജൂതന്മാരെ തകർക്കുമെന്ന് ലോകത്തിന്റെ നായകൻ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി നമ്മോട് പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഹബീബിനല്ലാതെ മറ്റാർക്കാണ് ഇത്തരത്തിൽ മനോഹരമായ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുക? അതെ, മുസ്ലിം ലോകം മുഴുവനും ഇമാം മഹദിയുടെ ആഗമനത്തിനായി കാത്തിരിക്കുകയാണ്. പക്ഷേ അത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.